വെച്ചാൽ ഇങ്ങനെ ഒരു ബോഡി പറഞ്ഞിട്ടുണ്ട്. ആ ബോഡി നേരെ പോയിട്ട് പെർപെൻഡിക്കുലറായിട്ട് അടിക്കുന്ന കാര്യം പറഞ്ഞു. പെർപെൻഡിക്കുലർ അടിക്കുന്ന പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഇങ്ങനെ വെലോസിറ്റി ഉള്ളത്. ഓക്കെ, എക്സ് ആക്സസ് വൈ ആക്സസ് അവർ അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വെലോസിറ്റി വൈയിൽ മാത്രമേ ഉള്ളൂ, എക്സിൽ വെലോസിറ്റി ഇല്ല. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, എന്താണ് എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ആദ്യം ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് അല്ലേ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ വേണ്ട, ഒരു റിലേഷനാണ്, ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഒരു റിലേഷൻ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പം ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, വെലോസിറ്റിയുടെ യു സൈൻ ആൽഫയാണ്, റൈറ്റ്. അപ്പോൾ 2u sin alpha by g, സോ 2u sin alpha by g അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി ഒന്നുമില്ല, സോ 0. ഞാൻ എക്സ് ആക്സിൽ മാത്രം ചിന്തിക്കാൻ വേണം. അപ്പോൾ എക്സ് ആക്സിൽ ഫൈനൽ വെലോസിറ്റി ഒന്നുമില്ല. ഇനീഷ്യൽ വെലോസിറ്റിയോ അതെന്ന് പറഞ്ഞാൽ യു, ദാറ്റ് ഈസ് യു കോസ് ആൽഫ. ഓക്കെ, ആക്സലേഷൻ ഉണ്ടോ? ആക്സലേഷൻ ഒന്നുമില്ല. ആക്സലേഷൻ ഉണ്ട്, സോറി. ആക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അതെന്ന് പറഞ്ഞാൽ ജി സൈൻ തീറ്റയാണ്. ജി ഇങ്ങോട്ടേക്കാണുള്ളത്, ഇങ്ങോട്ടേക്ക് ജി. ഇപ്പോൾ ജി സൈൻ തീറ്റ ഇവിടെ ഞാൻ ജിയുടെ റിസോൾവ് ചെയ്താണ്. സോ ജി സൈൻ തീറ്റ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടെത്തിയാലും 2u സൈൻ ആൽഫ ബൈ ജി. ചെറിയ ഇൻഫോർമേഷൻസ് വെറും കണ്ടെത്താൻ പറ്റില്ല, ഈ റിലേഷൻ ജസ്റ്റ് കണ്ടെത്താനേ ഉള്ളൂ, അല്ലാണ്ട് ചോദ്യം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ. ഇനി ഫുള്ള് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. പാർട്ടിക്കൽ മൂവിങ് ഇൻ 1 ഡയമെൻഷൻ. ഞാനിത് ഗ്രാഫ് വെച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്തതിനേക്കാളും വ്യത്യസ്തം എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ് ഗ്രാഫ് വെച്ചിട്ട്. അപ്പം ഇയാളെങ്ങനെയാണ് പോകുന്നത്, ഇനീഷ്യൽ എന്തോ ഒരു വെലോസിറ്റി ഉണ്ട്, അത് അറിഞ്ഞൂടാ. അപ്പം ആദ്യം 10 മീറ്റർ പെർ സെക്കൻഡ് ആക്സലേഷൻ ആണുള്ളത്. എത്ര സെക്കൻഡ് വരെ ഇയാൾ പോയി? 4 സെക്കൻഡ് വരെ. അപ്പം ഇനീഷ്യൽ യു ആണെങ്കിൽ ഓരോ സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ് കുറയുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പം 4 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡ് പറയും. അപ്പം ഇവിടെ ഉണ്ടാകുന്ന മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് യു പ്ലസ് 40, യു നിന്ന് 40 കൂടി. ശരി, നമ്മൾ പറയുന്നത് വെച്ചാൽ ഇവിടെ 100 മീറ്ററാണ് ഉള്ളത് എന്നുള്ള കാര്യം. 100 മീറ്റർ. ഓക്കെ, ഇത് ഞാൻ വി ടി ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്, വി ടി ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ വി ടി ഗ്രാഫിൻ്റെ ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഇത് ട്രപ്പീസിയത്തിൻ്റെ. അപ്പം യു പ്ലസ് 40, ദാറ്റ് മീൻസ് 2u പ്ലസ് 40, 2u പ്ലസ് 40 ഇൻറ്റു അവർ തമ്മിലെ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 4. സോ 2 2 2, സോ നമുക്ക് പറയാൻ 4u പ്ലസ് 80, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് അവിടെ ഗിവൺ ആണ്. ദാറ്റ് മീൻസ് 4u ഇസ് ഈക്വൽ ടു 20 ആൻഡ് u ഇസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇനീഷ്യൽ 5 മീറ്റർ പെർ സെക്കൻഡ് കാര്യം മനസ്സിലായി. അപ്പോൾ അടുത്ത 4 മീറ്റർ പെർ സെക്കൻഡ് എത്ര ട്രാവൽ ചെയ്തെന്ന് ചോദിക്കുന്നത്. അപ്പം 4 പ്ലസ് 4 8 മീറ്റർ പെർ സെക്കൻഡ് എത്ര ട്രാവൽ ചെയ്യുമെന്ന് ചിന്തിക്കാം. അപ്പം എസ് ഇസ് ഈക്വൽ ടു ut, ദാറ്റ് ഈസ് 5 ഇൻറ്റു 8 പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ടി സ്ക്വയർ, ദാറ്റ് ഈസ് 25 5. അങ്ങനെ 8 മീറ്റർ പെർ സെക്കൻഡിലുള്ള വെലോസിറ്റി എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്തുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, ഈ 100 കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ആ ഒരു മെത്തേഡ് വെച്ചും ചെയ്യാം, സെയിം ഉത്തരം കിട്ടുന്നുണ്ട്. ഇനി അടുത്ത വയ്ക്കുക പാർട്ടിക്കൽ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. ഇത് കുറേ പരിപാടികളുണ്ട്. നമുക്കിത് വി ടി ഗ്രാഫ് വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം റെസ്റ്റ് നിന്ന് തുടങ്ങും. അപ്പോൾ v0 എന്ന് തുടങ്ങി വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ എന്താണ് ഇതിൻ്റെ സ്ലോപ്പ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, പോസിറ്റീവ് ഡയറക്ഷൻ സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, 20 സെക്കൻഡ്സ്. 20 സെക്കൻഡ് ശേഷം അപ്പോൾ നമുക്കറിയാം ഓരോ സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് കൂടുന്നുണ്ട് 0 എന്ന്. അപ്പോൾ 20 സെക്കൻഡ് ആകുമ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് കൂടും. ദാറ്റ് മീൻസ് ഇവിടെ 40 വരും. ഓക്കെ, അതിനുശേഷം അയാൾ നെഗറ്റീവ് ആക്സലേഷനിലാണ് പോകുന്നത്. നെഗറ്റീവ് ആക്സലേഷനിലാണ് പോകുന്നത് എത്ര സെക്കൻഡ് വരെ? 20 സെക്കൻഡ് വരെ. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കാൻ, ഓരോ സെക്കൻഡിലും 4 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് പറയും. അപ്പോൾ 0 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എത്ര സെക്കൻഡ് എടുക്കും? അല്ല 0 അല്ല, ഓരോ സെക്കൻഡ് 4 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് കുറയും. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡ് കുറയാൻ പറ്റും. കാരണം എനിക്ക് ഈ ഒരു പോയിന്റ് എത്രയും കിട്ടണം. ആ പോയിന്റ് എപ്പോഴാണ് 0 ആവുന്നത്, ഏത് സെക്കൻഡിലാണ് 0 എന്ന് അറിയണം. സോ 40 മീറ്റർ പെർ സെക്കൻഡ് തീർന്ന് കിട്ടാൻ വേണ്ടി 10 സെക്കൻഡ് എടുക്കും. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് ഇനി 10 സെക്കൻഡ്, ദാറ്റ് മീൻസ് ഈ പോയിന്റ് 30 ആണ്. ശരി, അപ്പോൾ ഇവിടെ വെലോസിറ്റി 0 എന്ന കാര്യം മനസ്സിലായി. ഇനി ടോട്ടൽ 20 സെക്കൻഡ് എന്നാണ്. അപ്പോൾ 20 ഇനി 40ൻ്റെ കാര്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 0 വെലോസിറ്റി ആണുള്ളത്. ഓക്കെ, ഇനി 10 സെക്കൻഡ്, ഓരോ സെക്കൻഡ് 4 വെച്ച് കൂടുന്നുണ്ട്. 10 സെക്കൻഡ് 40 വെച്ച് കൂടും. ദാറ്റ് മീൻസ് ഇവിടത്തേക്ക് എത്തുമ്പോഴത്തേക്ക് 40 -40 എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം ഇവിടുന്ന് 0 എന്ന് തുടങ്ങുന്നത് ആ ഇൻഫോർമേഷനായി. പിന്നെ അടുത്ത ലാസ്റ്റത്തെ ഇതെന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് അയാൾ ട്രാവൽ ചെയ്തു. 40 കഴിഞ്ഞ് 10 സെക്കൻഡ് പോസിറ്റീവ് ആക്സലേഷൻ അയാൾ വെലോസിറ്റി 0 ആവുന്ന വരെ അയാൾ ട്രാവൽ ചെയ്തു. അപ്പോൾ ഈ ഒരു ആക്സലേഷൻ ഡൗട്ട് ഉണ്ടാവും. ഈ ആക്സലേഷൻ എത്തിയാൽ ഇപ്പോൾ 40 സെക്കൻഡാണ് ഉള്ളത്. ഓക്കെ, 40 മീറ്റർ പെർ സെക്കൻഡാണ് ഉള്ളത്, റൈറ്റ്. അപ്പോൾ എന്താണ് 10 സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ് 0 ആവുന്നുണ്ട്, തീർന്നു പോകുന്നുണ്ട്. 10 സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ് കുറയുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് കുറയും അല്ലെങ്കിൽ കൂടും? കാരണം ഈ നെഗറ്റീവ് നിന്ന് പോസിറ്റീവ്, അപ്പോൾ കൂടുന്നു പറയാം അല്ലേ. 40, ദാറ്റ് ഈസ് 4 മീറ്റർ പെർ സെക്കൻഡ്. പോസിറ്റീവ് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്സലേഷൻ ലാസ്റ്റത്തെ പൊസിഷനിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ടാൻ തീറ്റ നടത്താം. ടാൻ തീറ്റ ദാറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ 10. യാ ആയില്ലേ. ഫൈനൽ എക്സ് കോർഡിനേറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ എന്ത് ചെയ്യുക, എല്ലാം ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്താൽ ഉത്തരം കിട്ടും. ഇനി എന്താ വേറെന്താ, ഫൈൻ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി ഹോൾ. അതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആഡ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. അപ്പോൾ എന്താണ്, ഒരു സ്റ്റോൺ ഉണ്ട്.
അത് നമ്മൾ ഡ്രോപ്പ് ചെയ്യണം, ഒരു സ്റ്റോണിനെ ഡ്രോപ്പ് ചെയ്യാണ്. ശരി, ഓക്കെ. എന്നിട്ട് ഒരു സെക്കൻഡിന് ശേഷം ആ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്ത് ഏതോ ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്, എച്ച് എന്ന് പറയുന്ന ഹൈറ്റിൽ എത്തുന്നത് വിചാരിച്ചോ. ഒരു സെക്കൻഡിന് ശേഷം എച്ചിൽ എത്തുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ തൽക്കാലം ഈ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡിന് ശേഷം നമ്മൾ താഴോട്ടേക്ക് ഒരു വെലോസിറ്റി എത്ര മീറ്റർ പെർ സെക്കൻഡിൽ, ഒരു 20 മീറ്റർ പെർ സെക്കൻഡിൽ മറ്റൊരു സ്റ്റോൺ നമ്മൾ എറിയാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ എത്ര ഹൈറ്റ് താഴോട്ടേക്ക് വീണ് കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റോൺ ആയിട്ടുള്ള 20 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുള്ള സ്റ്റോൺ നേരത്തെ ഡ്രോപ്പ് ചെയ്ത സ്റ്റോണിനേക്കാളും സ്റ്റോണിനെ ഓവർടേക്കാണ്. ഞാൻ പറയും രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറയാം. ഓക്കെ, അവർ കൂട്ടിമുട്ടുന്ന പോയിന്റ് എച്ച് എന്ന് പറയാം. അങ്ങനെ ആകുമ്പോൾ ഈ സ്റ്റോണിൻ്റെ ആ ഒരു എച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റോണിൻ്റെ എസ് ഇസിക്വൾ യു ടി പ്ലസ് ആവില്ല. ഇനീഷ്യൽ യു ഒന്നുമില്ല, ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ സമയം കൊണ്ട് അയാൾ എത്തി വിചാരിച്ചു. ടി ഇതൊരു കോൺസ്റ്റൻറ്റ് ടൈം, എന്തോ ഒരു ടി നമുക്ക് അറിഞ്ഞൂടാ, ഇതൊരു വാല്യൂ ആണ്. ഏയ് അതേ എച്ച് എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ എത്ര സമയം കൊണ്ട് എത്താൻ ഇതാണ് യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ ഉണ്ടല്ലോ. അതിന് ഇനീഷ്യൽ വെലോസിറ്റി യു ടി ഉണ്ട്. സോ ദാറ്റ് ഈസ് 20 ഇൻറ്റു ടി എത്ര വരാം, ടി എന്ന് പറഞ്ഞാൽ ടി -1 ആണ് വരാം, ടി നോട്ട് -1 ഹോൾ സ്ക്വയർ വരാം, പ്ലസ് ഹാഫ് 10 ഇൻറ്റു ടി നോട്ട് -1 ഹോൾ സ്ക്വയർ. കാരണം എന്തുകൊണ്ട് -1? ഇയാൾ നേരത്തെ ഒരു സെക്കൻഡ് മുമ്പേ ഇയാൾ ഈ ഒരു എച്ച് എന്ന ഹൈറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് മുമ്പേ നേരത്തെ ഒരു സെക്കൻഡ് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. ശരി, അപ്പം ഇയാളും ഇതേ പോയിന്റിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, ഒരേ സ്ഥലത്ത് എത്തുന്നുണ്ടെങ്കിൽ, അപ്പം ഇയാളെടുത്ത ടൈം ടി ആണെങ്കിൽ ഇയാൾ ഒരു സെക്കൻഡ് മുമ്പെയാണ് എടുത്തിട്ടുള്ളത് അവിടെ എത്താൻ വേണ്ടിയിട്ട് അല്ലേ. ഒരു സെക്കൻഡ് ലേറ്റ് ആയി, ഈ ചങ്ങായി ഒരു സെക്കൻഡ് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇയാൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ ടി -1 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ലോജിക്കലി ചിന്തിച്ച് നോക്ക്. ഈ ചങ്ങായി നേരത്തെ പുറപ്പെട്ട്, ഈ ചങ്ങായി ഒരു സെക്കൻഡ് ലേറ്റായി പുറപ്പെട്ട്, രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെ എത്തി. രണ്ടുപേരും ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ചങ്ങായിനേക്കാളും ഒരു സെക്കൻഡ് കുറവായിരിക്കും ഈ ചങ്ങായി ട്രാവൽ ചെയ്ത്. കാരണം ഈ ചങ്ങായി ഒരു സെക്കൻഡ് ലേറ്റ് ആയി പോയി, അതുകൊണ്ട് ഈ ടി -1. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് എന്താ ഈ ടി കണ്ടെത്താം. ഈ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാൻ ടി കണ്ടെത്താൻ പറ്റും. അങ്ങനെ ടി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എസ് ഇസിക്വൾ യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ ഇടാം. അന്നേരം നമുക്ക് ഹൗ ഫാർ ഇസ് ദി ബിലോ ദി ടോപ്പ് ഓഫ് ദി ക്ലിഫ്, അത് സിമ്പിളായിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ബോൾ എറിയുന്നുണ്ട്. അയാളുടെ ഹൈറ്റ്, അപ്പോൾ അയാളുടെ കൈയുടെ ഹൈറ്റ് 1 മീറ്റർ. ആ ഒരു വലിയ ഇൻഫർമേഷന് ജസ്റ്റ് എക്സ്ട്രാ ഒരു 1 മീറ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ എറിഞ്ഞ് പറയുന്നത് വെച്ചാൽ ഇവിടെ ബോൾ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി പകുതിയായി പോകുന്നുണ്ടെന്ന് കാര്യം പറയുന്നത്. നമ്മൾ പറയുന്നത് വെച്ചാൽ മിനിമം വെലോസിറ്റി എത്ര വേണം, ആ വിയുടെ വാല്യൂ. ഇപ്പോൾ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റിനെ വി എന്ന് വിളിക്കുകയാണ്. അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ v/2 ആയി പോകുന്നുണ്ട്. ഓക്കെ, ആ മിനിമം വെലോസിറ്റി എത്ര വേണം, സോ ദാറ്റ് ദിസ് ബോൾ റീച്ചസ് അറ്റ് ദാറ്റ് ഹാൻഡ്. അപ്പോൾ താഴോട്ടേക്ക് എറിഞ്ഞ് ബോൾ ബൗൺസ് ചെയ്ത് തിരിച്ച് എറിഞ്ഞോൻ്റെ കയ്യിൽ തന്നെ എത്താൻ വേണ്ടിയിട്ട് എത്ര മിനിമം വെലോസിറ്റി അറിയണം. അപ്പോൾ എന്താ ചിന്തിക്കുക, നമ്മൾ രണ്ടാമത്തെ തിരിച്ചെത്തുന്ന ആ ഒരു ഡയറക്ഷനിലേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അവിടെ v² = u² + 2a അപ്ലൈ ചെയ്തുകൂടെ, കറക്റ്റാണ്. അപ്പം അവിടെ ഫൈനൽ വെലോസിറ്റി, മിനിമം വെലോസിറ്റി, ദാറ്റ് മീൻസ് ഫൈനലായിട്ട് എത്തി അവിടെ ബോൾ നിലത്ത് ബൗൺസ് ചെയ്ത് തിരിച്ചെത്തി അവിടെ നിർത്തി. ആ ചങ്ങേൻ്റെ കൈൻ്റെ അവിടെ തന്നെ നിർത്തി. ദാറ്റ് മീൻസ് v final 0. സോ v final is 0. v initial എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് v/2 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇതിനെ നമുക്ക് മൈനസ് ഡയറക്ഷനിലേക്ക് ആക്കാം. അപ്പം v/2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു g ഇൻറ്റു h, ദാറ്റ് ഈസ് 14 + 1 15. ഓക്കെ, ദാറ്റ് ഈസ് 30 ഇൻറ്റു 300. അപ്പം ഇവിടെ v²/4 വരും. ദാറ്റ് മീൻസ് 1200. v² = 1200. v = √1200. എത്രയാണ്? അങ്ങനെ v² വാല്യൂ എത്ര കിട്ടിയിട്ടുണ്ട്? 1200 കിട്ടിയിട്ടുണ്ട്. എത്രയാണ് എഴുതിയിട്ടുള്ളത്? 1200 v². അപ്പോൾ v എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ആയിരുന്നു അല്ലേ, ഇനി ഞാൻ ഈ ഒരു ട്രാവലിംഗ് ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന കൈനമാറ്റിക്സ് അപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് അവിടെ v² ആകുമ്പോൾ നമുക്കറിയാം 1200 ദാറ്റ് ഈസ് ഈക്വൽ u². അത് അറിഞ്ഞൂടെ, അതാണ് കണ്ടെത്താൻ പറയുന്നത്. പ്ലസ് 2 ഇൻറ്റു g ഇൻറ്റു 15. അപ്പം 300, വീണ്ടും 300 തന്നെ, നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ് 300. അങ്ങനെ ഇവിടെ നിനക്ക് u² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 900 കിട്ടും. u എന്ന് പറഞ്ഞാൽ അത് 30 കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് ഒരു ബോൾ ഞാൻ മുകളിലോട്ടേക്ക് എറിയാണ്. അപ്പോൾ ബോൾ മുകളിലോട്ടേക്ക് എറിയുന്ന ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് വിളിക്കുകയാണ്. ശരി, അപ്പോൾ അവിടെ പറയുന്നത് വെച്ചാൽ വെൻ ദ ബോൾ റീച്ചസ് h അബവ് ദി ടവർ, h മുകളിലോട്ടേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് ഉണ്ടല്ലോ, ആ ഒരു ഫൈനൽ വെലോസിറ്റി അത് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ആ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡബിൾ, ആ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v, ദാറ്റ് ഈസ് ഡബിൾ ദാറ്റ് ഈ ബോൾ മുകളിലോട്ട് പോയി താഴോട്ട് എത്തുക. താഴോട്ടെത്തുമ്പോൾ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, h താഴോട്ടേക്ക്, ഈ ഒരു ഹൈറ്റിൽ നിന്ന് h താഴോട്ടേക്ക് എത്തുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടല്ലോ, ആ വെലോസിറ്റിയുടെ ഡബിൾ. ഇപ്പോൾ ഈ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 ടൈംസ് ദിസ് വെലോസിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും, റൈറ്റ്. ഈ വെലോസിറ്റി നമുക്ക് 2v എന്ന് വിളിക്കാം. ഇവിടെ എന്താണ് കണ്ടെത്താൻ പറയുന്നത്, നമുക്ക് ആകെ കണ്ടെത്തേണ്ടത് u² എന്നുള്ള ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള സംഭവം അപ്ലൈ ചെയ്യും,
ഇവിടെയുള്ള സംഭവം അപ്ലൈ ഇവിടെ എന്ത് കൈനമാറ്റിക്സ് അപ്ലൈ ദാറ്റ് മീൻസ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വൽ ടു 2gh റൈറ്റ്. ഇവിടെ നമുക്ക് കിട്ടും വി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gh അത് കിട്ടി. ഇവിടെ കൈനമാറ്റിക്സ് അപ്ലൈ ഈ ഒരു പോർഷനിൽ അവിടെ നിന്ന് കൈനമാറ്റിക്സ് അപ്ലൈ ചെയ്യാൻ ഇവിടെ നമ്മൾ നെഗറ്റീവ് ഇവിടെ നമ്മൾ ഇക്വേഷൻ്റെ നെഗറ്റീവ് കറക്റ്റ് ആക്കണം കേട്ടോ. ഇത് മോളിലോട്ടേക്ക് പോസിറ്റീവ് എടുക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഇക്വേഷൻ വി സ്ക്വയർ ഈ ഒരു ഏരിയയിലുള്ള കൈനമാറ്റിക്സ് വി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh. ഇനി അടുത്തത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇതുള്ള അപ്പോൾ നമ്മൾ എന്താ പറയുക ഇത് പോസിറ്റീവ് ഡയറക്ഷൻ റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യു സ്ക്വയറിനെ കിട്ടും. എന്നിട്ട് രണ്ട് സോൾവ് ചെയ്യാനുള്ളൂ. ഇവിടുന്ന് യുടെ വാല്യൂ മാത്രം ഒറ്റക്കാക്കി കണ്ടെത്താൻ. അടുത്ത ക്വസ്റ്റ്യൻ്റെ പൊസിഷൻ എക്സ് പാർട്ടിക്കിൾ ഓഫ് എന്താണ് എഴുതാൻ പറയുന്നത്. ഓക്കെ ഫസ്റ്റ് മാക്സിമം സ്പീഡ് അലോങ് എക്സ് ആക്സിസ് ആണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ ആദ്യം എന്ത് ഇവനെ ഈ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ദാറ്റ് മീൻസ് 18t മൈനസ് 3t². ഇതിനെ മാക്സിമം കണ്ടെത്താൻ നമ്മൾ മാത്തമാറ്റിക്സ് ആണല്ലോ ഇതിനൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നിട്ടോ അല്ല ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇതാണ് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അപ്പോൾ ഇതിനെ പിടിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നിട്ട് അത് എന്താണ് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ് അതിനെ ഡിഫറൻഷിയേറ്റ് മീൻസ് 18 മൈനസ് 9t ദാറ്റ് ഇസ് ഇക്വൽ ടു 0 ദാറ്റ് മീൻസ് t ഇസ് ഇക്വൽ ടു 2 സെക്കൻഡ്സ്. അപ്പോൾ t ഇസ് ഇക്വൽ ടു 2 സെക്കൻഡ്സ് ആണ്. ഇനി ഡബിൾ ഡിഫറൻഷിയേറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് വരുന്നുണ്ടോ. അപ്പോൾ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ദിസ് പോയിന്റ് t is equal to 2 seconds is a local maxima. അങ്ങനെ ലോക്കൽ മാക്സിമ t is equal to 2 seconds കൊടുത്ത് ഇവിടെ വെലോസിറ്റി കിട്ടും. ഇനി പൊസിഷൻ ഓഫ് ടേണിംഗ് പോയിന്റ് ചോദിച്ചു. ഇപ്പോൾ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വെലോസിറ്റി 0 ആവുന്നത്. വെലോസിറ്റി 0 ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചോട്ടേക്ക് കാരണം ഒരു ബോഡി ടേൺ ചെയ്യണമെങ്കിൽ അവിടെ വെലോസിറ്റി 0 ആണ്. നമ്മൾ പറയും 18t ദാറ്റ് ഈസ് ഈക്വൽ ടു 3t² എന്ന് പറയാൻ പറ്റും. അപ്പം 3t² മൈനസ് 18t ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ ഇവിടുന്ന് എന്താണ് 3t കോമൺ എടുക്കുക. സോ t മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അപ്പം either t is equal to 0 ആവാം അല്ലെങ്കിൽ t is equal to 6 ആവാം. t 0 തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഒരിക്കലും t 0 ആവാൻ സാധ്യത ഇല്ല. t 0 തുടങ്ങിയ പാടന്നെ അപ്പോൾ ലെഫ്റ്റോട്ടേക്ക് തിരിയാൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആകെ t is equal to 6 ആയിരിക്കും നമ്മുടെ ആക്ച്വൽ ടേണിംഗ് പോയിന്റ് എന്ന കാര്യം മനസ്സിലായി. അങ്ങനെ ടേണിംഗ് പോയിന്റ് കിട്ടി. അപ്പോൾ ടേണിംഗ് പോയിന്റിൻ്റെ പൊസിഷൻ അപ്പോൾ ഇവിടെ t ഇട്ട് കൊടുക്കുക 6 എന്നിട്ട് ടേണിംഗ് പോയിന്റ് പൊസിഷൻ കിട്ടും. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഫസ്റ്റ് 10 സെക്കൻഡ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 10 സെക്കൻഡ്സിലുള്ള ഫൈനൽ പൊസിഷൻ കണ്ടെത്താം. 10 സെക്കൻഡ്സിലുള്ള പൊസിഷൻ കണ്ടെത്താം. പിന്നെ 0 സെക്കൻഡിലുള്ള പൊസിഷൻ കണ്ടെത്താം. പിന്നെ ടേണിംഗ് പോയിന്റ് നമുക്കറിയാം 0 സെക്കൻഡിൽ 0-ലുള്ളത് 6 സെക്കൻഡിൽ 108-ലുണ്ട്. അപ്പോൾ അയാൾ ഇങ്ങോട്ടേക്ക് പോയി ഇവിടുന്ന് ടേണായി. പിന്നെ 10th സെക്കൻഡിൽ -100 10 ഇട്ട് കൊടുക്കുക അന്നേരം മനസ്സിലാവും -100 ഇങ്ങനെ പോയി ഇവിടം വരെത്തി. ഇനി ഇത് ആഡ് ചെയ്യാം കഴിഞ്ഞു. ഇനി ഡിസ്റ്റൻസ് ട്രാവലിംഗ് ഫസ്റ്റ് 10 സെക്കൻഡ്സും അതേപോലെ തന്നെ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ എല്ലാ പാത്തും നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള കാര്യം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആക്സലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് വെച്ചാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഓക്കെ എന്താണ് വി സി കണ്ടെത്താനാണ് പറയുന്നത്. വി സി എന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ അതിൻ്റെ അടുത്ത് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ 0 ആണ്. ദാറ്റ് മീൻസ് 75v² മൈനസ് 30v പ്ലസ് 3 അത് 0 ആവണം. ഇനി സോൾവ് ചെയ്ത് നമുക്ക് മനസ്സിലാവും v എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/5 ആണ്. അങ്ങനെ 10bc എന്ന് കണ്ടെത്താൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/5 × 10 ദാറ്റ് ഈസ് 2 ആണ് ഉത്തരം വരിക. വളരെ സിമ്പിൾ. കാരണം ആക്സലേഷൻ 0 ആയി കഴിഞ്ഞാൽ മാത്രമേ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവുള്ളൂ. സോ അത്തരത്തിലുള്ള പർട്ടിക്കുലർ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലേഷൻ 0 ആവുന്നുള്ള v ആയിരിക്കും. ഓക്കെ ഈ ക്വസ്റ്റ്യൻ ബോഡി സ്റ്റാർട്ട്സ് ഓൺ റെസ്റ്റ് ആൻഡ് യൂണിഫോം ആക്സലേഷൻ ഫോർ 30 സെക്കൻഡ്സ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ ഫസ്റ്റ് 10 സെക്കൻഡ്സ്. ഫസ്റ്റ് 10 സെക്കൻഡ്സിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് റെസ്റ്റ് നിന്ന് തുടങ്ങുന്നത്. അപ്പം ഹാഫ് യു ടി ഇല്ല ഹാഫ് ജി അല്ല എന്താ പറയുക 5 ഹാഫ് ജി എന്ന് പറഞ്ഞാൽ 5 × t² ദാറ്റ് ഈസ് 100. അപ്പോൾ ആദ്യം 500 മീറ്റർ ട്രാവൽ ചെയ്തു. പിന്നെ x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 20 സെക്കൻഡ്സിലുള്ള കാര്യം ചെയ്യാം. ആദ്യത്തെ 20 സെക്കൻഡ്സ് കാരണം വെച്ചാൽ ആദ്യത്തെ ഫസ്റ്റത്തെ സെക്കൻഡിൽ ഇനീഷ്യൽ വെലോസിറ്റി ഒന്നുമില്ല 0. അതുകൊണ്ട് ഞാൻ 20 സെക്കൻഡുള്ള അപ്പം ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ x2 ആയിട്ടില്ല. ഞാൻ ഒരു കാര്യം നടത്താം 20 സെക്കൻഡിലുള്ള വെലോസിറ്റി എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് മീൻസ് ഹാഫ് × g ദാറ്റ് ഈസ് 5 × 20². കാരണം 20 സെക്കൻഡ്സ് അല്ലേ 20² എന്ന് പറഞ്ഞാൽ 400 ദാറ്റ് ഈസ് 2000. ഈ 2000 500 കുറച്ച് കഴിഞ്ഞാൽ കാരണം അടുത്ത 10 സെക്കൻഡിൽ കിട്ടണം. ഇത് ആദ്യത്തെ 10 സെക്കൻഡുള്ളത് ഇത് ആദ്യത്തെ 20 സെക്കൻഡുള്ളത്. സോ 10 സെക്കൻഡ് ശേഷമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 - 500 ദാറ്റ് ഈസ് x2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1500 കിട്ടും. ഇനി സബ്സിക്വൻ്റ്ലി x3 കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യുക ആദ്യം 30 സെക്കൻഡിൽ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്തുക. എന്നിട്ട് അത് എന്തിനും മൈനസ് ചെയ്യുക ഇതൊന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 4500 അങ്ങനെ എന്തോ അല്ലെ 2500 കിട്ടും. അപ്പോൾ അതിൻ്റെ റേഷ്യോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സി ഓപ്ഷൻ കിട്ടാൻ. ഓക്കെ വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ എഞ്ചിൻ ഓഫ് ദി മോട്ടോർ സൈക്കിൾ ക്യാൻ പ്രൊഡ്യൂസ് എ മാക്സിമം ആക്സലേഷൻ 5 m/s. അപ്പോൾ മോട്ടോർ സൈക്കിൾ 5 m/s മാക്സിമം ആക്സലേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ബ്രേക്ക് ക്യാൻ പ്രൊഡ്യൂസ് മാക്സിമം റിട്ടാർഡേഷൻ 10 m/s. മോട്ടോറിസ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യുക ഗ്രാഫ് വരക്കണം. അപ്പോൾ ആദ്യം അയാൾ 5 m/s വരെ എത്രയോ t1 ടൈമിൽ പോയി. അത് നമുക്ക് അറിഞ്ഞോളൂ t എന്ന് പറഞ്ഞ ടൈം വിളിക്കാം. ഓക്കെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഓരോ സെക്കൻഡ് 0 തുടങ്ങുന്നത് ഓരോ സെക്കൻഡിലും
5 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് പറയുന്നത്. അപ്പോൾ ടി സെക്കൻഡ്സിൽ 5 ടി ആവും. അപ്പോൾ വെലോസിറ്റി 5 ടി എന്നുള്ള കാര്യം അവിടെ എഴുതി വെക്കാം. ശരി, ഇനി അടുത്ത പറയുന്നത് വെച്ചാൽ എന്താണ് അടുത്ത സെക്കൻഡ്സിൽ 10 മീറ്റർ പെർ സെക്കൻഡ് താഴോട്ടേക്കാണ് പോകുന്നത്. 10 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ താഴോട്ടേക്ക് മീൻ ആക്സലേഷൻ നെഗറ്റീവ് കൊണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ഇത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്സലറേഷൻ. അപ്പോൾ ഈ പറഞ്ഞ ടൈം ടി എന്ന ഡൗട്ട് ഉണ്ടാവും അല്ലേ. ടൈം ടി കിട്ടണമെങ്കിൽ എന്ത് ഈ സ്ലോപ്പ് നിങ്ങൾ കണ്ടെത്തി നോക്കുക. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 5t ഡിവൈഡ് ബൈ എന്താണ് കറണ്ട് ഈ എക്സ് എന്താ അറിഞ്ഞൂടാ. അത് t/2 എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാൻ പോകുന്നത്. എക്സ് ദാറ്റ് ഈസ് ഇസിക്വൽ ടു എത്ര കിട്ടണം? 10 കിട്ടണം. ഇത് 2 ആവും. അങ്ങനെ കിട്ടും. എക്സ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് t/2 എന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ t/2 സാറ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ട് ഞാനിവിടെ വെലോസിറ്റി 0ലേക്ക് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെ റെസ്റ്റിലേക്ക് എത്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വെലോസിറ്റി ഇവിടെ 0 ആക്കിയത്. ഓക്കെ, ഇവർ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് 1.5 കിലോമീറ്റർ ആണ്. അപ്പോൾ 1.5 കിലോമീറ്റർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഏരിയ കണ്ടെത്താം. അത് 1.5 എന്നുള്ള കാര്യം ഇക്വേറ്റ് ചെയ്യുക. അത് 1.5 1500 മീറ്റർ പെർ സെക്കൻഡിലെല്ലാം ചോദിക്കും. സെക്കൻഡ്സ് ആയതുകൊണ്ട് 1500 മീറ്റർ ഏരിയ കണ്ടെത്തിയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ടൈം ടി കിട്ടും. റൈറ്റ്, ആ ടൈം ടി കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഉത്തരം എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പാടില്ല. ഓക്കെ, മിനിമം ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൈം ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രമാണ്. അപ്പോൾ വേറെ 0ലേക്ക് എത്തുന്ന ടി പ്ലസ് t/2 കൂടി ചെയ്യണം. അതാണ് ആക്ച്വൽ ഉത്തരം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആദ്യം സോൾവ് ചെയ്യണം. ടി സോൾവ് ചെയ്യണം, എന്നിട്ട് ടി പ്ലസ് t/2 ആണ് ഉത്തരം. ഓക്കെ, വെച്ചാൽ എന്താണ് ഇവിടുന്ന് ബോൾ ഇങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഏതൊരു പ്ലാനറ്റ്, അതുകൊണ്ട് നമ്മുടെ ആക്സലേഷനാണ് എടുത്താൽ പറയുന്നത് ആ പ്ലാനറ്റിൻ്റെ. അപ്പോൾ ബി എത്തുമ്പോൾ ടൈം എത്രയാണ്? t1 ആ പോലും. സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ ടൈം t2 ആ പോലും. ശരി, എന്താണ് പറയുന്നത്? ആക്സലേഷൻ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഉള്ള ഇൻഫോർമേഷൻസ് എച്ച് ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു എച്ച് എങ്ങനെയെങ്കിലും കണ്ടെത്തിയാൽ മേ ബി നമുക്ക് സന്തോഷമാവും അല്ലേ. അപ്പോൾ എച്ച് കണ്ടെത്താൻ ഞാൻ ആദ്യം ഇവിടം വരെ t1 ഉള്ളവരെ എക്സ് കണ്ടെത്തും. സോ ആ ഒരു എക്സ് എന്ന് പറയും t1 വരെയുള്ള ഞാൻ എക്സ് എന്ന് പറയും. എക്സ് ഇസ് ഈക്വൽ ടു യു ഒന്നുമില്ല. സോ ഹാഫ് ജി t1 ഹോൾ സ്ക്വയർ. പിന്നെ ഇവിടുന്ന് മുതലുള്ള ഈ സാധനത്തിന് ഞാൻ വൈ എന്ന് പറയും. അപ്പോൾ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ജി, കാരണം t2 സമയം എടുത്തുന്നത്. സോ t2 ഹോൾ സ്ക്വയർ. ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല, ഇവിടെ മുതലേ തുടങ്ങുന്നത്. ശരി, ഇനി വൈന്ന് എക്സ് കുറച്ച് ദാറ്റ് ഈസ് എച്ച്. സോ പറയാം വൈ മൈനസ് എക്സ് ദാറ്റ് ഈസ് ഇസിക്വൽ ടു എച്ച് ഇസിക്വൽ ടു നമുക്ക് പറയാൻ പറ്റും ഹാഫ് ജി പറയാൻ പറ്റും t2 ഹോൾ സ്ക്വയർ മൈനസ് t1 ഹോൾ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ജി അല്ല ഇവിടെ, ആക്ച്വലി ജി അല്ല കേട്ടോ, കാരണം ഏതോ ഒരു പ്ലാനറ്റാണ്, ഏതോ കണ്ടം പ്ലാനറ്റാണ്. സോ നമുക്ക് പറയാൻ പറ്റും ഇതിനെ ഹാഫ് എ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉള്ള ഇൻഫോർമേഷൻസ് t2 എച്ച്. അപ്പം നമുക്ക് പറയാൻ പറ്റും ആക്സലേഷൻ ഈസിക്വൽ ടു 2h ബൈ t2 ഹോൾ സ്ക്വയർ മൈനസ് t1 ഹോൾ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ്. ഓക്കെ, ദാറ്റ്സ് ഡൺ. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഇതാ എന്താണ് പറയുന്നത്? ടോപ്പ് ഓഫ് ദി ഇവിടെ നിന്നാണ് ബോൾ റിലീസ് ചെയ്യുന്നത്. v1 എന്ന് പറയുന്ന സാധനമുണ്ട്. ശരി, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് ഇക്വേഷൻസ്? ഇവിടെ എച്ച്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ, നമുക്ക് വി ഉണ്ട്, എന്താണ് ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഉണ്ട്, പിന്നെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അവരെടുക്കുന്ന ടൈമും തന്നിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ അത് തമ്മിലൊരു റിലേഷൻ ചിന്തിക്കട്ടെ. നമുക്കൊരു ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു v2 ഇസ് ഈക്വൽ ടു v1 ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സലേഷൻ ദാറ്റ് ഈസ് g ഇൻറ്റു ടി ടൈം അവർ തന്നിട്ടുണ്ട്, ഗിവൺ ആണ് ടൈം, അവിടെ താഴെത്താൻ ടൈം ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ കിട്ടും v2 മൈനസ് v1 ദാറ്റ് ഇസ് ഈക്വൽ ടു gt കിട്ടും. റൈറ്റ്, ഓക്കെ. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഇവിടെ നിന്ന് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എച്ചുമായിട്ട് ബന്ധപ്പെട്ട് എച്ച്. അപ്പോൾ നമുക്ക് പറയുന്ന ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി അറിയാം എച്ച്. അപ്പോൾ ഏത് ഇക്വേഷൻ? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, അത് ബൈക്ക്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും v2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു v1 ഹോൾ സ്ക്വയർ പ്ലസ് 2gh. റൈറ്റ്, സോ v2 ഹോൾ സ്ക്വയർ മൈനസ് v1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2gh. ഇവിടുന്ന് a സ്ക്വയർ മൈനസ് b സ്ക്വയർ v2 മൈനസ് v1 ഇൻറ്റു v2 പ്ലസ് v1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2gh. ഇവിടെ നമുക്ക് v2 മൈനസ് v1 അറിയാം, ദാറ്റ് ഈസ് gt. സോ ഇവിടെ ഞാൻ gt എന്ന് കൊടുത്തു കഴിഞ്ഞാൽ g ക്യാൻസൽ ആവും, ദാറ്റ് ഈസ് v2 പ്ലസ് v1 ഇൻറ്റു ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 2h. ഇത് ഒരു റിലേഷൻ, ഞാൻ ആ റിലേഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. കണ്ടാ, എത്തിച്ചില്ലേ? സോ ഓപ്ഷൻ ബി ഈസ് പെർഫെക്റ്റ് ആൻസർ. ഇനി ഈ ക്വസ്റ്റ്യൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് 2 മീറ്റർ പെർ സെക്കൻഡ്, മാക്സിമം വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ചോദിക്കുന്നത്. മാക്സിമം വെലോസിറ്റിയാണ് കണ്ടെത്താൻ പറയുന്നത്. നമുക്കൊരു കാര്യം അറിയാം, ഏരിയ ടൈം ഗ്രാഫിൻ്റെ പറഞ്ഞിട്ട് ആക്സലേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ? ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് കിട്ടുക. ഓക്കെ, അപ്പം ഇവിടുന്ന് ഈ ഒരു പോയിന്റ് നിന്നൊക്കെ എന്താണ് വെലോസിറ്റി കൂടി പോവുക. കാരണം ഇവിടെയും ആക്സലേഷൻ ഉണ്ട്, ഇവിടെയും ആക്സലേഷൻ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ഒക്കെ വെലോസിറ്റി കൂടാണ്. ഇവിടെയും ആക്സലേഷൻ കുറയുന്നുണ്ടെങ്കിൽ പോലും ആക്സലേഷൻ പോസിറ്റീവാണ്. അപ്പം ഈ കംപ്ലീറ്റ് ഏരിയയിൽ എന്താണ് ആക്സലേഷൻ കൂടാണ്.
അതിനുശേഷമാണ് ആക്സലറേഷൻ കുറയും, നെഗറ്റീവിലേക്ക് പോകുന്നത്. അപ്പോൾ ആക്സലറേഷൻ നെഗറ്റീവ് ആവുന്ന സമയത്ത് വെലോസിറ്റി കുറയും. ദാറ്റ് മീൻസ് ഈ 10 സെക്കൻഡ്സ് എന്നുള്ള പോയിന്റ് വരെ മാക്സിമം ആക്സലറേഷൻ കൂടി പോകും. അപ്പോൾ 10 സെക്കൻഡ്സ് എന്നുള്ള പോയിന്റ് വരെയുള്ള ഏരിയ അണ്ടർ ടൈം ഗ്രാഫ് നമ്മൾ അങ്ങോട്ട് കണ്ടെത്തും. അതായിരിക്കും ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, അപ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടെത്താവുന്നതേ ഉള്ളൂ. ആ ഫൈനൽ വെലോസിറ്റിയാണ് മാക്സിമം വെലോസിറ്റി. വളരെ സിമ്പിൾ. അടുത്ത ഈ ക്വസ്റ്റ്യൻ എന്താണ്, എയും ബിയുടെയും ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. അറ്റ് വിച്ച് ഇൻസ്റ്റൻറ്റ് ടൈം. അപ്പോൾ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ബി എന്ന് പറഞ്ഞ ചങ്ങായി നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അവന് 10 മീറ്റർ/സെക്കൻഡ്, ഇപ്പം ഇതാണ് 10. ചങ്ങായി 10 തുടങ്ങി, മറ്റേ അവന് 0 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവൻ 10 അവൻ്റെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ആര്? ബി എന്ന് പറഞ്ഞ ചങ്ങായി 10 അവൻ്റെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ഗുഡ്. എ എന്ന് പറഞ്ഞ ചങ്ങായിയോ, അവന് കുറച്ച് വയ്യോട്ടാണ് ഉള്ളത്, അവൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും ഇങ്ങനെ പോവാണ് റൈറ്റ് ഓവർടേക്ക്. എന്നിട്ടോ ഏത് ഇൻസ്റ്റൻ്റ് ആണ് കാർ എ ഓവർടേക്ക് കാർ ബി? നോക്കി ഇവിടെ നോക്കുക. ഈ ഒരു പോയിന്റിൽ എ എന്തായി, മുകളിലോട്ടേക്ക് എയുടെ എക്സ് ആക്സിസ് കൂടാൻ തുടങ്ങി. ദാറ്റ് മീൻസ് എ കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോകാൻ തുടങ്ങി ബീനേക്കാളും. ദാറ്റ് മീൻസ് T1 എന്നാണ് ടൈം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് ടൈം T3 വിച്ച് കാർ ഈസ് മൂവിങ് ഫാസ്റ്റർ? അറ്റ് ടൈം T3. അപ്പോൾ T3യുടെ ടൈമിൽ നമുക്ക് ആദ്യം എയുടെ സ്ലോപ്പ് നോക്കാം. എയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0. സ്ലോപ്പ് 0, ദാറ്റ് മീൻസ് XT ഗ്രാഫിൻ്റെ വെലോസിറ്റി 0. പിന്നെ ബീന് ആക്ച്വലി ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പം ബി കാറാണ് കൂടുതൽ ഫാസ്റ്റ് പോകുന്നത്. അറ്റ് വിച്ച് ഇൻസ്റ്റൻറ്റ് ഡു ദി ടു കാർസ് ഹാവ് സെയിം വെലോസിറ്റി? അവർക്ക് രണ്ടാക്കും ഒരേ വെലോസിറ്റി ഉണ്ടാവണമെങ്കിൽ ഒരേ സ്ലോപ്പ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും T2 എന്ന് പറയുന്ന പോയിന്റിൽ ഇവൻ്റെ സ്ലോപ്പ് ഏകദേശം സിമിലർ ആണ്. അപ്പോൾ നമുക്ക് T2 എന്ന് പറയുന്ന ടൈമിൽ രണ്ടുപേരുടെയും വെലോസിറ്റീസ് സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദി മോഷൻ ഓഫ് കാർ എ? അപ്പോൾ കാർ എയുടെ മോഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലെല്ലാം ഒന്ന് മാച്ച് കാർ എയുടെ മൂവ്മെൻറ്റ് എങ്ങനെ നോക്കാം. കാർ എ ഇങ്ങനെ പോകും. ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നു, പിന്നെ വെലോസിറ്റി സ്ലോപ്പ് കുറഞ്ഞു പോയി. അപ്പോൾ അയാൾ സ്ലോ ഡൗൺ ആയി എന്ന് ബെസ്റ്റ്. സ്ലോ ഡൗൺ ആയി എന്ന് പറയുന്നുണ്ടെങ്കിൽ യെസ്, ദിസ് ഇസ് കറക്റ്റ്. ദാറ്റ്സ് ഡൺ. ശരി, വെർട്ടിക്കൽ ഹൈറ്റ് y ആൻഡ് ഹൊറിസോണ്ടൽ എക്സ് ഇത് തന്നിട്ടുണ്ട്. എക്സ് ശരി. എന്താണ് ഫൈൻഡ് ദി സ്പീഡ് ഓഫ് പ്രൊജക്ഷൻ ഇൻ മീറ്റർ? അപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ്. അപ്പോൾ നമുക്ക് ഇതിനെ എക്സിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് നമുക്ക് വെലോസിറ്റി ആയിട്ട് എക്സ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ അതുമാത്രമല്ല വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത വെലോസിറ്റി ആയിട്ട് y കിട്ടും. അത്ര ഡിഫറൻഷിയേറ്റ് ചെയ്ത 4 - 12t കിട്ടും. ഇനി സ്പീഡ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് t ഈസ് ഈക്വൽ ടു ടൈം 0. സോ ഇനീഷ്യലി 3 മീറ്റർ/സെക്കൻഡ് ഉണ്ട്, കാരണം ടൈമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ Vy ഞാൻ t ഈസ് ഈക്വൽ ടു 0 കൊടുക്കും. അപ്പോൾ Vy ഈസ് ഈക്വൽ ടു 4 - 0, ദാറ്റ് ഈസ് 4. സോ ഇവിടെ 4 ആയിരുന്നു. സോ ഇതിന് നെറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 5. വെക്ടേഴ്സ് ഒക്കെ ജോഡിപ്പിക്കാൻ അറിയാമല്ലോ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഗിവൺ തന്നിട്ടുണ്ട്. ഓക്കെ, വേർ എക്സ് ആൻഡ് വൈ എന്താണ് കണ്ടെത്താൻ പറയുന്നത്? ഫൈൻഡ് ദ സ്പീഡ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി കണ്ടെത്താൻ പറയുന്നത് വെൻ ദി എക്സ് കോമ്പനൻറ്റ് ഓഫ് ദി ആക്സലറേഷൻ ഈസ് 36 മീറ്റർ/സെക്കൻഡ്. സോ എക്സ് കോമ്പനൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 + 3t³ ആണ്. ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത Vx ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 9t² എന്ന് കിട്ടും. ഒന്നുകൂടി ഡിഫറൻഷിയേഷൻ Ax ഇസ് ഈക്വൽ ടു 18t എന്ന് കിട്ടും. ഇതിൻ്റെ വാല്യൂ 36 ആകുമ്പോഴുള്ള ടൈം ആദ്യം കണ്ടെത്താൻ പറയുന്നുണ്ട്. 36/18 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ടൈമിൽ എന്താണ് കണ്ടെത്താൻ പറയുന്നത്? സ്പീഡ് ആണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ടൈമിൽ എന്ത് കൊടുക്കാം? രണ്ടുപേരും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് Vx കിട്ടിയിട്ടുണ്ട്. പക്ഷേ Vy അറിഞ്ഞുകൂടാ. Vy കണ്ടെത്തണം ഇവനൊന്ന് ഈ ചങ്ങായിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 5t - 18t കൊടുക്കാം. റൈറ്റ്. അപ്പോൾ ടൈം 2 സെക്കൻഡ്സിൽ Vy എത്രയാണ്? ദാറ്റ് ഈസ് 10 that is 36, right? And we can say that is 26 minus. അങ്ങനെ ഇവിടുന്ന് ടൈം 2ൽ Vx കണ്ടെത്താം. അപ്പോൾ Vx കിട്ടും, Vy കിട്ടും. അതിന് നെറ്റ് എന്താ? നോർമലായിട്ട് വെക്ടേഴ്സ് റിസൾട്ടൻ്റ് കണ്ടെത്തുന്ന പോലെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാർട്ടിക്കൽ ത്രോൺ വിത്ത് സ്പീഡ് 60 മീറ്റർ/സെക്കൻഡ്. ഒരു പാർട്ടിക്കൽ ഉണ്ട് 60 മീറ്റർ/സെക്കൻഡ് എറിഞ്ഞിട്ടുണ്ട്. ആംഗിൾ 60 വിത്ത് ഹൊറിസോണ്ടൽ. ശരി, അപ്പോൾ ഇത് എത്ര ഉണ്ടാവാൻ? 60 cos 60 എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് 1/2, റൈറ്റ്? സോ ഇവിടെ 30 ഉണ്ടാവും. ഇവിടെ ആണെങ്കിലോ 60 sin 60 ദാറ്റ് ഈസ് 60 √3/2 ആണ്. അപ്പം എത്ര കിട്ടും? 20√3 ഉണ്ടാവും. ഇവിടെ 20√3 ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ അതിനെ റിസോൾവ് ചെയ്തു. ഇനി എന്താണ്? ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് പാർട്ടിക്കിൾ എന്തായി? ഈ പറഞ്ഞ പാർട്ടിക്കിൾ എന്തായി? ഇങ്ങനെ വെലോസിറ്റി ഇങ്ങനെ ആയിട്ടുണ്ട്. എന്താണ്? 30 ഡിഗ്രി ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ. ഇറ്റ് സ്പീഡ് ഈസ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് വെലോസിറ്റിയാണ്. ഓക്കെ, ശരി. നമുക്കൊരു കാര്യം അറിയാം, ഒരിക്കലും എക്സ് ആക്സിസിലുള്ള വെലോസിറ്റി പ്രൊജക്ടൈൽ മോഷൻ നമുക്ക് കാര്യം അറിയാം ഒബ്വിയസ്ലി. സോ എക്സ് ആക്സിസിലുള്ള മോഷൻ ഒരിക്കലും വെലോസിറ്റി മാറത്തില്ല. സോ ഇത് 30 മീറ്റർ/സെക്കൻഡ് എന്നുള്ള കാര്യം ഗുഡ്. സോ ഇത് 30 ആണെങ്കിൽ നമുക്കൊരു കാര്യം tan 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്?
ടാൻ 30ൻ്റെ വാല്യൂ 1/√3 ആണ്. സോ 1/√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വെലോസിറ്റി ഇത് എനിക്ക് അറിഞ്ഞൂടാ, വൈ എക്സിലുള്ള വെലോസിറ്റി അറിഞ്ഞൂടാ. ദാറ്റ് ഈസ് ഐ കുഡ് സേ ദാറ്റ് എക്സ് ഡിവൈഡഡ് ബൈ 30. അവിടെ നമുക്ക് കിട്ടും എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വൈ വെലോസിറ്റി. അപ്പോൾ ഞാൻ അതിനെ വി വൈ എന്ന് വിളിക്കാം. അറ്റ് ദാറ്റ് പോയിൻറ്റ് ഈസ് 30/√3 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. 30നെ ഞാൻ 10 × 3/√3 എന്ന് എഴുതും. √3 സോ ദാറ്റ് മീൻസ് 10√3 കിട്ടും. അപ്പം ആ ഒരു ഇൻസ്റ്റൻറ്റിൽ എന്ത് കിട്ടിയിട്ടുണ്ട്, ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള 10√3 ഇതാണ് കിട്ടിയിട്ടുള്ളത് എക്സ് ആക്സിലുള്ള വെലോസിറ്റി. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വെലോസിറ്റി എങ്ങനെ നടത്താൻ നോർമലായിട്ട് വെക്ടേഴ്സ് റിസോൾവ് ചെയ്യുന്ന ചെയ്താൽ വളരെ സിമ്പിൾ. 3√30² പ്ലസ് 10√3² അതായിരിക്കും വി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ട് അങ്ങോട്ട് കിട്ടും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. അപ്പോൾ ഒരു ബോംബർ ഉണ്ട്, ബോംബർ സൂപ്പർ അല്ലേ. അപ്പോൾ അയാൾ ഇങ്ങനെ പറക്കുന്നുണ്ട് 53 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ. അപ്പോൾ അയാൾ ഇങ്ങനെയാണ് അയാളുടെ വെലോസിറ്റി. അയാൾ എത്രയാണ് 53 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ. അയാളുടെ വെലോസിറ്റി തന്നിട്ടുണ്ടോ? തന്നിട്ടൊന്നുമില്ല. ഓക്കെ, അയാളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര 800 മീറ്ററിലാണ് അയാൾ ഹൈറ്റിലുള്ളത്. ദ ബോംബ് സ്ട്രൈക്സ് ദി ഗ്രൗണ്ട് 20 സെക്കൻഡ്സ് ആഫ്റ്റർ ഇറ്റ്സ് റിലീസ്, റൈറ്റ്. സോ നമ്മൾ താഴത്തെ സമയം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് വൈ ആക്സിലുള്ള വെലോസിറ്റി അല്ല, ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് ദാറ്റ് ഈസ് 20. സോ നമുക്കൊരു കാര്യം അറിയാം, ഞാൻ എന്ത് ചെയ്യും, താഴോട്ടേക്കുള്ളതിന് നെഗറ്റീവ് എടുക്കും. സോ -800 = ഇവിടെ നമുക്ക് വി നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അത് കണ്ടെത്താനാണ് പറയുന്നത്. സോ ഞാൻ പറയും വി വി കോസ് 53 (ut). സോ ടൈം അറിയാവോ? അറിയാം. 20 - ½ g ടൈം കൊണ്ട് പറയാം 20² ഇവിടെ നിന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എന്താ വേണ്ടത്? വി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂ. അപ്പോൾ വി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ. പിന്നെ അങ്ങനെ നമുക്ക് ആ വി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ വെർട്ടിക്കൽ വെലോസിറ്റി, ബിക്കോസ് വെർട്ടിക്കൽ ചെയ്തു. ആ വി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മാക്സിമം ഹൈറ്റ് കിട്ടാൻ u²/2a ചെയ്യുക. പിന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ വെലോസിറ്റി കിട്ടുമല്ലോ. ആ പറഞ്ഞ വെലോസിറ്റി ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിട്ടുള്ള 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെന്താണ് വെലോസിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ബോംബ് വെൻ ഇറ്റ് ഓക്കെ താഴോട്ടേക്ക് എത്തുന്ന സമയത്ത് അപ്പം v = ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് at നമുക്ക് ഉപയോഗിച്ചൂടെ? കറക്റ്റ്. അവിടെ നമുക്ക് പറയാൻ പറ്റും ലാസ്റ്റ് സെക്കൻഡിൽ ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ വെലോസിറ്റി അത് കോൺസ്റ്റൻ്റ് തന്നെയാണ്, അത് എത്രയായിരിക്കും അതായിക്കോട്ടെ. പിന്നെ വെർട്ടിക്കൽ വെലോസിറ്റി v = u + at വെച്ച് ചെയ്യാം. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താം, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ബോൾ ഈസ് ത്രോൺ ഹൊറിസോണ്ടലി ഫ്രം എ പോയിന്റ് O. ശരി, അപ്പോൾ ആ ചങ്ങായി എങ്ങനെ അടിക്കുന്നത്? ഈ ഒരു ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ചങ്ങായിക്ക് എന്തുണ്ടാവും? ഇവിടെ vx ഉണ്ടാവും, സ്വാഭാവികമായിട്ടും vy ഉണ്ടാവും, റൈറ്റ്. അതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ടാണ് ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇനീഷ്യലി എറിയുന്ന ഡയറക്ഷൻ ഇത് 20 m/s ആണ്, ഗിവൺ ആണ്. ഓക്കെ, എന്തായാലും ഇൻഫോർമേഷൻ തന്നിട്ട് പിന്നെ 2 seconds കൊണ്ടാണ് അടിക്കുന്നത്, ഇവിടെ കൊണ്ടുപോയിട്ട് അടിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒരു കാര്യം ഡൗട്ട്. ഓക്കെ ശരി, ഇനീഷ്യലി വൈ ആക്സിലുള്ള വെലോസിറ്റി ഒന്നും ഇല്ല അല്ലേ, എക്സ് ആക്സിൽ മാത്രം വെലോസിറ്റി. ദാറ്റ് മീൻസ് വൈ ആക്സിലുള്ള വെലോസിറ്റി 0. 2 seconds കൊണ്ട് ഇവിടെ എത്തുന്നുണ്ട്, താഴോട്ടേക്ക് എത്തുന്നുണ്ട്. ദാറ്റ് മീൻസ് 2 seconds കൊണ്ട് വൈ ആക്സിൽ വെലോസിറ്റി എത്ര ആയിട്ടുണ്ടാവും? 20 ആയിട്ടുണ്ട്. കാരണം ഓരോ സെക്കൻഡ് 10 m/s ആയിട്ട് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. സോ വി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട് 20 ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ഇവിടെ ആംഗിൾ അത് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ, അത് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പിന്നെ ഒരു കാര്യം, വി എക്സ് അത് മാറുമോ? അത് മാറില്ല. കാരണം വെച്ചാൽ അത് എപ്പോഴും 20 m/s ആണ്. കാരണം വെച്ചാൽ എന്താണ്, എക്സ് ആക്സിൽ ഒരു ആക്സലേഷനും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാലോ. എക്സ് ആക്സിൽ ഒരു ആക്സലേഷനും ഇല്ല, ആകെ വൈ ആക്സിലെ ഒരു ആക്സലേഷൻ ഉള്ളൂ. അപ്പം വെലോസിറ്റി അറ്റ് വൈ ആക്സിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ എന്ന കാര്യം നമുക്കറിയാം. സോ എക്സ് ആക്സിൽ ഒരു ആക്സലറേഷനും ഇല്ല. സോ ഈ 20 m/s അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെയാവുന്ന സ്ഥിതിക്ക് ഈ പറഞ്ഞ ആംഗിൾ 45 അല്ല, കാരണം ഇവിടെയും 20 ഇവിടെയും 20. അപ്പോൾ വെക്ടർ നടുക്കൂടെയാണ് റിസൾട്ടൻ്റ് വെക്ടർ. അപ്പോൾ 45, അപ്പോൾ ഇതും 45 സ്വാഭാവികമായിട്ടും. ഇത് 45 ആണെങ്കിൽ ജോമെട്രി പ്രകാരം ഈ ബീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ 45 ആണ്. ദാറ്റ് മീൻസ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ ദാറ്റ് ഈസ് π/4 ആണ് എന്ന് പറയാം, റൈറ്റ്. അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞ ആംഗിളിന് π/4 ആയിട്ട്. സോ എക്സിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4. ആൻസർ ഡൺ. അപ്പോൾ ഒരു പ്രൊജക്റ്റായി നമ്മൾ എറിയിട്ട് 50 m/s എന്താണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിലോട്ടേക്കാണ്. അപ്പോൾ നമുക്കൊന്ന് വരച്ചാൽ, അപ്പോൾ നമുക്ക് ഇത്രയും ഇൻഫോർമേഷൻസ് ഗിവൺ ആണ്. ഓക്കെ, നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഇത് 50 m/s ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടത്തേക്ക് ഈ ഡയറക്ഷനിലേക്ക് നമുക്ക് അറിയാൻ പറ്റും ജസ്റ്റ് 30 എന്ന് പറയാൻ പറ്റും. അതേപോലെ മുകളിലോട്ടേക്ക് ഡയറക്ഷനിലേക്ക് ദാറ്റ് ഈസ് 40 m/s. ഓക്കെ ശരി, ഇവിടെ വെലോസിറ്റി ഇങ്ങോട്ടേക്കാണുള്ളത് 90 ഡിഗ്രി ആയിട്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം, റൈറ്റ്. നമുക്കൊരു കാര്യം അറിയാം, 30 m/s അതൊരിക്കലും മാറത്തില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ശരി, ഇനി ഇയാൾ ഉണ്ടാക്കുന്ന ആംഗിൾ 45. ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. സോ സ്വാഭാവികമായിട്ടും ഇയാളും 45 ആയിരിക്കൂലേ?
ജസ്റ്റ് ജോമെട്രി ഒന്ന് വരച്ച് നോക്ക് കറക്റ്റ്. ഇത് 90 - 45, അപ്പം ഇത് ടോട്ടൽ 90. യെസ്, ദിസ് ഇസ് 45. അങ്ങനെ ആകുമ്പോൾ ഇയാൾ 45 ആണെങ്കിൽ ഇയാളും 45. സോ ഒരു വെക്ടറിൻ്റെ രണ്ട് വെക്ടേഴ്സിൻ്റെ നടുക്കൂടെ ആണെങ്കിൽ എന്ത് റിസൾട്ടൻറ്റ് വെക്ടർ, ദാറ്റ് മീൻസ് ദോസ് ടു വെക്ടേഴ്സ് ആർ ഈക്വൽ. ദാറ്റ് മീൻസ് വൈ ആക്സിലുള്ള വെലോസിറ്റി വി വൈ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ദാറ്റ് ഈസ് ഓൾസോ 30 m/s. അപ്പോൾ വി വൈ എന്ന് പറയുന്ന സാധനം 30 m/s ആണെങ്കിൽ നോക്കിക്കോ, വി വൈ ആദ്യം 40 മീറ്റർ, ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്താൻ പോവാണ് ഞാൻ. ആദ്യം 40 m/s ആണുള്ളത്. ശരി, 40 m/s എന്ന് എത്രയാണ്? 4 സെക്കൻഡ് ഉള്ളൂ. ഒരു സെക്കൻഡ് 10 m/s പറയും. അപ്പോൾ 4 സെക്കൻഡ് കൊണ്ട് അയാൾ ഇങ്ങനെ റെസ്റ്റിലെത്തും. ഓക്കെ, ശരി. എന്നിട്ട് വി വൈയോ 3 സെക്കൻഡ് കൊണ്ട് അയാൾ 30 m/s എത്തും അല്ലേ? പിന്നെ റെസ്റ്റിലെത്തി, പിന്നെ താഴ്ന്ന ഓരോ 10 അപ്പോൾ 3 സെക്കൻഡ് 30 m/s എത്തും. അപ്പോൾ ടോട്ടൽ 4 + 3 ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? 7 സെക്കൻഡ്. അപ്പോൾ അത് കിട്ടി. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിൻ്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഇതാണ് പോയിൻ്റ് ഓഫ് പ്രൊജക്ഷനും ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് സ്ഥാനത്തിൻ്റെയും ഡിസ്റ്റൻസ് ആണ് കണ്ടെത്താൻ പറയുന്നത്. ശരി, നമുക്കൊരു കാര്യം അറിയാം, സിമ്പിളായിട്ട് റേഞ്ച് കണ്ടെത്താൻ അറിയാം. കാരണം ഇനി ഇത് ഇങ്ങോട്ടേക്ക് പോയി ഇവിടെ എത്തും, റൈറ്റ്? അല്ലേ, ഇതാ ഈ ഒരു പോയിന്റ് വരെ ബോൾ എത്താൻ, ഇവിടെയാണ് ബോൾ എത്താൻ. ഓക്കെ, ആ ഒരു ഇൻഫോർമേഷൻ അറിയാം. അപ്പോൾ റേഞ്ച് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താൻ? സ്വാഭാവികമായിട്ടും റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 30 meters × 7 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 210 റേഞ്ച്. പക്ഷെ എന്ന് വെച്ച് 210 റേഞ്ച് വേണ്ടത് അല്ല, 210 ഈ പറഞ്ഞ സാധനം അങ്ങോട്ട് കുറക്കണം. അപ്പോൾ ആ പറഞ്ഞ സാധനം ഇതെങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതിൻ്റെ ഹൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ ഉപയോഗപ്പെടും. അപ്പോൾ ഞാൻ പറയും നമുക്ക് y = എത്രയാണ്? ut ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് ഞാൻ വൈയിൽ മാത്രം ചിന്തിക്കുന്നു. അപ്പോൾ 40 × ആ 7th സെക്കൻഡിലുള്ളതായിരിക്കും ഇവിടെ ഉണ്ടാവുക, റൈറ്റ്? 7th സെക്കൻഡ് ഈ പൊസിഷനിൽ ഉണ്ടാവുക, ആ പൊസിഷൻ്റെ x കോർഡിനേറ്റ്, റൈറ്റ്? സോ 7 - ½ × g, ദാറ്റ് ഈസ് 10 × 49. അപ്പോൾ 7th സെക്കൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 210 35 ആണ് എക്സും വൈയും കോർഡിനേറ്റ്സ്. അത് നമ്മൾ x = എന്ന രീതിയിൽ കണ്ടെത്താം, പിന്നെ y = എന്ന രീതിയിൽ കണ്ടെത്താം. അപ്പോൾ നമുക്ക് കിട്ടി 7th സെക്കൻഡിൽ ഈ പറഞ്ഞ ഹൈറ്റ് ഇത്രയാണ്. അപ്പോൾ നമ്മൾ പറയും ഈ ട്രയാങ്കിൾ ഇത് 45 ഡിഗ്രി, നമുക്ക് ഇതാണ് വേണ്ടത്. ഇതിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 35. സോ ഇതും സ്വാഭാവികമായിട്ടും 35 ആണല്ലേ? ജസ്റ്റ് ഇത് നോക്ക്, രണ്ടും ഒരേ സൈഡ്. ഓക്കെ, ആംഗിൾ ഇതും 45 ഡിഗ്രിയാണ്. സോ യെസ്, ദാറ്റ് മീൻസ് ഇത് 35 ആണ് കിട്ടിയിട്ടുണ്ട്. ഇനി 210 35 കുറച്ച് ഉത്തരവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദി ഗിവൺ ടൈം ഇഫ് ദി ടൈം ടേക്കൺ ടു റീച്ച് പ്രൊജക്ട്. ഇപ്പോൾ വി വെലോസിറ്റി, ശരി, മുകളിലോട്ടേക്ക് വി ഉള്ള കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ 2 ടൈംസ് വെർട്ടിക്കൽ വെലോസിറ്റി, ദാറ്റ് വെർട്ടിക്കൽ വെലോസിറ്റി വി തന്നെയാണ് ബൈ ജി. 2v/g അതാണ് നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ്. പിന്നെ റേഞ്ച് എടുത്തണമെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ദാറ്റ് ഈസ് എന്താണ്? റേഞ്ച് ഈസ് = അല്ല, ഇവിടെ നമുക്കറിയാം g sin θ ഉള്ള കാര്യം അറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ ആക്സലേഷൻ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എക്സ് വൈ ഇങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിൽ ആക്സലേഷൻ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് = റേഞ്ച് = ut ഇനീഷ്യൽ ഒന്നും ടൈമില്ല, പിന്നെ ½ × g എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇവിടെയുള്ള g എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആക്സലറേഷൻ എത്രയാണ്? g sin θ. സോ g sin θ × ടൈം t². അപ്പോൾ ഇവിടെ 2 t ഉണ്ട്, t × t, റൈറ്റ്? ഒരു t ഞാൻ എന്ത് ചെയ്യും? 2v/g കൊടുക്കും. കാരണം ഇവിടെ ടീൻ്റെയും ടേംസിൽ വരുന്നുണ്ട്, അപ്പോൾ രണ്ടും കിട്ടണം, വിയും കിട്ടണം ടിയും കിട്ടണം. അപ്പോൾ ഒരു ടിക്ക് ഞാൻ എന്ത് കൊടുക്കും? 2v/g കൊടുക്കും, റൈറ്റ്? ഇവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്, ഇവിടെ വെറും g എന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ വെർട്ടിക്കലായിട്ടുള്ള ആ ആക്സലറേഷൻ എത്രയാണ്? അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? അതെന്ന് പറഞ്ഞാൽ cos θ. കാരണം g cos θ ഇങ്ങോട്ടേക്കല്ലേ? സോ g cos θ ആണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ g cos θ വരും, പിന്നെ ഒരു ടൈം അങ്ങനെ തന്നെ കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ കിട്ടും, ആൻഡ് ഇതും ക്യാൻസൽ. അപ്പോൾ നമുക്ക് കിട്ടും v tan θ t. അതാണ് ഉത്തരം. അവിടെ ആണെങ്കിൽ tv tan θ അങ്ങനെ തന്നെ കിട്ടും, കറക്റ്റ്. അടുത്ത ദിവസം പോയിന്റ് മൂവ്സ് ഇൻ XY പ്ലെയിൻ. ഇതാ നമുക്ക് എക്സിന് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ബൈ. അപ്പം ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്തുവാണ്? ആദ്യം നമുക്ക് വെലോസിറ്റി ഉണ്ടെങ്കിൽ ബെറ്റർ ആണല്ലേ? അപ്പോൾ ഞാനതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എക്സ് = ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെലോസിറ്റി ആയിട്ട് എക്സ് കിട്ടും, ദാറ്റ് ഈസ് 4 cos 60 × 6, ദാറ്റ് ഈസ് 24 cos 60. by കിട്ടും, അത് എത്രയാണ്? നമുക്ക് വെലോസിറ്റി അല്ല വേണ്ടത്, സ്പീഡാണ് വേണ്ടത്. കാരണം സ്പീഡ് × ടൈം ദാറ്റ് ഈസ് = ഡിസ്റ്റൻസ്, റൈറ്റ്? സോ ഇതിന് ഞാൻ വെലോസിറ്റി ഇടുമ്പോൾ 4 - sin 60 × 6, റൈറ്റ്? ഇവിടെ 4ൻ്റെ ആവശ്യം എന്താ? 0 ആവാൻ, കറക്റ്റ്. അപ്പോൾ 6 sin t. ഇനി ഇതിന് നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യും, അല്ലെങ്കിൽ പോട്ടെ, ഇങ്ങനെ v = ഈ രീതിയിൽ അറിയാം.
ആ രീതിയിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി കണ്ടെത്താൻ അറിയാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ അത് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട് ഇസ് ദാറ്റ് ഈസ് ഡിസ്റ്റൻസ്. ഇതിൻ്റെ ട്രജക്ടറി കിട്ടണമെങ്കിൽ എങ്ങനെയാണ്, വൈനെ എക്സിൻ്റെ ടേംസ് വൈ ഇസ് ഈക്വൽ ടു എന്തോ ഒരു സാധനം ആ രീതിയിൽ കിട്ടണം അല്ലേ. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതും, ഇങ്ങനെ എഴുതും സൈൻ തീറ്റ 6θ/x. അപ്പോൾ നമ്മൾ സൈനെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പരിപാടി. അപ്പോൾ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വൈയുടെയും എക്സിൻ്റെ ടേംസ് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു സർക്കിളിൻ്റെ മോഷൻ. അപ്പോൾ ഇതൊരു സർക്കിൾ മോഷൻ മനസ്സിലായി. പിന്നെ സ്പീഡും കോൺസ്റ്റൻ്റ് എന്ന് മനസ്സിലായി. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ യൂണിഫോം സർക്കുലർ മോഷൻ്റെ ഒരു പ്രൊജക്ടൈൽ ഉണ്ട്. നമ്മൾ വെലോസിറ്റി യൂല് മാഗ്നറ്റിക് ആംഗിൾ വിത്ത് തീറ്റ. വാട്ട് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇതൊക്കെ വളരെ സിമ്പിൾ, വെറുതെ വേസ്റ്റ് ചെയ്യുന്ന സമയം. ഇതാണ് യു കോസ് തീറ്റ മൈനസ് അത് ചെയ്താൽ മതി, എന്നിട്ട് ചെയ്താൽ മതി. പിന്നെയുള്ള നല്ല ക്വസ്റ്റ്യൻ, ബോൾ ഇസ് ത്രോൺ അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, ക്ലിഫാണ്. എന്താ ചോദ്യം, assuming that one of the following quantity is initial speed to make the ball hit right at the edge of the cliff. Okay, കറക്റ്റ് ഇവിടെ എത്തണം. ജസ്റ്റ് റൈറ്റ് മേക്ക് ദി ബോൾ ഹിറ്റ് റൈറ്റ് അറ്റ് ദി എഡ്ജ് ഓഫ് ദി ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചിന്തിക്കണം, എൽ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് വൈ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കണം ട്രജക്ടറി ആയിട്ട് എന്തോ ബന്ധമുണ്ട്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും യു കോസ് തീറ്റ ഇൻറ്റു ടൈം. ആ ടൈം നമുക്ക് അറിഞ്ഞുകൂടാ. ശരി, ഇനി വൈ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. റൈറ്റ്, ഇവിടുന്ന് ടി ഞാൻ ഉണ്ടാക്കും. സോ വൈ ഇസ് ഈക്വൽ ടു എനിക്ക് പറയാൻ പറ്റും യു ടി എന്ന് പറഞ്ഞാൽ എക്സ് ബൈ യു കോസ് തീറ്റ. സോ ബാക്കി വരുന്നത് എക്സ് ടാൻ തീറ്റ മാത്രമേ ബാക്കി വരുന്നുള്ളൂ ഈ ഒരു ഏരിയയിൽ, മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് യുടെ വാല്യൂ മാത്രം ഒറ്റക്കാക്കാൻ പറയുന്നത്. കാരണം നമുക്ക് വൈ അറിയാം, എക്സ് എന്തെന്ന് അറിയാം, അത് കൊടുക്കാം. കാരണം വൈ എന്ന് പറഞ്ഞാൽ എൽ എക്സ് അത് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ടി എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഓഫ് ട്രജക്ടറി എന്ന് ഞാൻ പറയാം ഒരു തരത്തിൽ. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. വളരെ സിമ്പിളാണ്. ഓക്കെ.